എല്ലാവർക്കും നമസ്കാരം. 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലോട്ട് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് റീഡ് ചെയ്യുന്നത്. നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് ഇരിക്കുക. എന്തൊക്കെ ബ്ലെസ്സിങ്സാണ് 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്? ത്രീ ഓഫ് വാൺസ് ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. 10 of Pentacles, Ace of Pentacles, 9 of Swords, 4 of Wands, 9 of Cups, Moon card, 6 of Swords, 7 of Swords, Emperor. ബോട്ടം വന്നിട്ടുള്ളത് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണമാണ് എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. എന്ത് കാര്യമാണോ നിങ്ങൾ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്നത്, ആ കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജി. അതൊരു സ്റ്റേബിളായിട്ടുള്ള കാര്യമായിരിക്കും, നിങ്ങൾക്കത് നിലനിൽക്കുന്ന കാര്യമായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് 3 of Wands ആണ്. നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ പുറത്തോട്ട് നോക്കുന്ന ആൾക്കാരായിരിക്കും, അബ്രോഡ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വലിയൊരു സക്സസ് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ചില ഡ്രീംസ് സക്സസ്ഫുൾ ആക്കണം എന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതെല്ലാം നടക്കും. ഒരു ആക്ഷൻ എടുത്ത് നിങ്ങൾ മുന്നോട്ട് വരും. അത്രയ്ക്ക് ഫയർ എനർജിയാണ് നിങ്ങളിൽ വരാനായിട്ട് പോകുന്നത് എന്നാണ് ഇവിടെ എനിക്ക് കാണാനായിട്ട് പറ്റുന്നത്. 10 of Pentacles ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫാമിലിയിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം വരാനായിട്ട് പോകുന്നു. ഒരു സ്റ്റെബിലിറ്റി, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു ഫാമിലി ലൈഫ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നു. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച കാണുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ഓർണമെൻറ്റ്സ് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക്, നിങ്ങളുടെ അച്ഛനായിരിക്കാം, അമ്മയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികൾക്ക്, ഭാര്യ, ഭർത്താവ്, ആർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് നിങ്ങളൊരു ആഗ്രഹം നിറവേറ്റുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നടക്കുന്നതായിട്ട് ഒരു ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ എനിക്ക് കാണാനായിട്ട് പറ്റുന്നത്. അടുത്ത വന്നിട്ടുള്ളത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് കൂടുതലും ഇന്ന് വന്നിട്ടുള്ളത് പെൻറ്റക്കിൾസ് ആണ്. അപ്പം പണവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു പുതിയ കാര്യം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ആ ഒരു പുതിയ തുടക്കമാണ്, ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. അടുത്തത് 9 of Swords, 7 of Swords വന്നിട്ടുണ്ട്. അപ്പം എന്തോ ഒരു ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചതി പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ച് ഉറക്കമില്ലാത്ത രാത്രികളാണ് നിങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടോ, പണസംബന്ധമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം വെച്ചിട്ട് നിങ്ങളെ ചതിച്ചതായിട്ടുള്ളൊരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് മാനസികമായിട്ടൊരു സംഘർഷം അനുഭവിക്കുന്നുണ്ട്. രാത്രി ഉറക്കമില്ല, ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ പ്രതീക്ഷയുണ്ട്, അതെന്തായാലും എനിക്ക് നല്ലൊരു ദിവസം വരും, അല്ലെങ്കിൽ നല്ലൊരു ന്യൂ ബിഗിനിങ് എനിക്ക് ലൈഫ് ദൈവം തരും എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതൊരിക്കലും കൈവിടാതെ നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. കണ്ടില്ലേ, 6 of Swords ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ നിങ്ങൾ മറികടന്ന് പോകും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായി എന്ന് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. മൂൺ കാർഡ് വന്നിട്ടുണ്ട്. കൺഫ്യൂഷൻ ഉണ്ട് മനസ്സിൽ, എങ്ങനെയൊക്കെ ഇത് നടക്കും എന്നൊക്കെയുള്ളൊരു ചിന്തകൾ നിങ്ങളെ വളരെയധികം അലട്ടുന്നുണ്ട്. അതും ഈ രാത്രിയിലാണ് കൂടുതലും നിങ്ങളതിനെപ്പറ്റി ആലോചിച്ചിരുന്ന് വിഷമിക്കുന്നത്. ഒരു ദിവസം പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾ നെഗറ്റീവ് ആയിരിക്കും. അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്ത് കാട് കയറിയാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. 6 of Swords പറയുന്നത് നിങ്ങൾ അതിൽ നിന്നൊക്കെ മറികടന്ന് വരും എന്ന് തന്നെയാണ്. കാരണം മൂവ് ഓൺ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മളിപ്പോഴും അതിൻ്റെ അകത്ത് സ്റ്റക്ക് ചെയ്തിരിക്കേണ്ട ആവശ്യം ഇല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ നിന്നിട്ട് ഒരു പ്രയോജനമില്ല. അതിനൊരു വേസ്റ്റായി പോകും. എനർജി വെറുതെ വേസ്റ്റാക്കി കളയുന്നതല്ലാണ്ട് സമയം വേസ്റ്റായി പോവും. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് വരണം എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്.
എംപറർ പറയുന്നത് നിങ്ങളൊരു ജോബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കൊരു സക്സസ് കിട്ടുന്നതായിട്ട് കാണിക്കും. പ്രമോഷൻ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനും പറ്റുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എംപറർ പറയുന്നത് നിങ്ങൾക്ക് അത്രയും ഒരു ഒരു പദവി ഉള്ള ഒരു ജോബ് തന്നെ കിട്ടും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു സ്ഥാനം മറ്റുള്ളവർ നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ് എനിക്കിവിടെ കൂടുതലും കിട്ടുന്നത്. കാരണം ലൈഫിൽ അത്ര അനുഭവിച്ച ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിനി കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എല്ലാത്തിനും എടുക്കാൻ പറ്റും എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. 4 ഓഫ് വാൻസും 9 ഓഫ് കപ്സും പറയുന്നത് നിങ്ങളൊരു മാരേജിന് വേണ്ടി നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്. ഒരു സ്റ്റെബിലിറ്റി എന്തോ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നടന്നിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. രണ്ടും ഒരു മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്, വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണ്. കൂടുതലും എനിക്കിവിടെ ഓർണമെൻറ്റ്സിൻ്റെ ഒരു എനർജി കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുന്നതായിട്ടാണ് ഇവിടെ കൂടുതലും കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു അൺകണ്ടീഷണൽ ലവ് ആണ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു റെസ്പെക്റ്റ് തോന്നുന്നു, നിങ്ങളോട് തന്നെ അത്ര ഇഷ്ടം തോന്നുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ ഇന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഓവറോൾ നല്ലൊരു എനർജിയാണ്. ഫാമിലി പരമായിട്ട് നിങ്ങൾക്ക് വളരെ നല്ലൊരു അനുഗ്രഹം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു തടസ്സങ്ങളൊക്കെ മാറിയിട്ട് നല്ലൊരു വെളിച്ചത്തിലേക്ക് നിങ്ങളെ ദൈവം കൊണ്ടുപോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, റിസീവ് ചെയ്യുക അനുഗ്രഹങ്ങൾ.